ഇന്ന് നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട MLA ശ്രീ PC വിഷ്ണുനാഥാണ് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ PC വിഷ്ണുനാഥ്, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഓക്കെ, അപ്പം ഈ നിലവിലെ ചർച്ച ഞാൻ നേരെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ആരോഗ്യ വകുപ്പിനെതിരെ പരാതികളൊക്കെ കുന്നുകൂടുന്ന ഒരു സാഹചര്യമാണ്. പല സമാനമായ രീതിയിൽ അതും ചികിത്സാ പിഴവുകൾ മൂലമുള്ള പരാതികൾ വരുന്നത്. ഇപ്പം അങ്ങയുടെ തന്നെ മണ്ഡലത്തിലെ കാര്യം എടുത്തു നോക്കിയാൽ ഒരാൾക്ക് 2-3 ദിവസം മുൻപാണ് സിസ്റ്റം തകരാറ് കാരണം ജീവൻ നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സന്ദേശം അത് മരണമൊഴി കണക്കെ നമ്മുടെയൊക്കെയും കാതുകളിൽ ഇപ്പോഴും പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതും കഷ്ടമാണ്. ശ്രീ PC വിഷ്ണുനാഥ്, എന്താണ് അങ്ങക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ഈ ആരോഗ്യ വകുപ്പിന്റെയും ആശുപത്രികൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളുടെയും ദുരവസ്ഥ അടിയന്തര പ്രമേയമായി നിയമസഭയിൽ കൊണ്ടുവന്ന ഒരു നിയമസഭാ സാമാജികനാണ് ഞാൻ. അന്നൊക്കെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഒരു ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് തിരുത്തിക്കുക എന്നാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. ആ സ്പിരിറ്റിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഒന്നും കുഴപ്പമില്ല, എല്ലാം നല്ലതാണ് എന്ന് മാത്രമല്ല ലോക നിലവാരമാണ്, നമ്പർ 1 ആണ് എന്നൊക്കെ പറഞ്ഞ് ഈ പോരായ്മകളെ മുഴുവൻ ന്യായീകരിക്കാനാണ് അന്ന് ആരോഗ്യമന്ത്രി ശ്രമിച്ചത്. പക്ഷേ അതിന്റെ ദുരനുഭവം ജനങ്ങൾ നേരിടുകയാണ്. ഇപ്പൊ വേണുവിന്റെ കാര്യത്തിലേക്ക് നേരിട്ട് വന്നാൽ, വേണുവിനെ പോലെ 100 കണക്കിന് ആളുകൾ ചികിത്സാ പിഴവിലോ ചികിത്സ കിട്ടാതെയോ മെഡിക്കൽ കോളേജുകളിൽ മരണപ്പെടുന്നുണ്ട്. വേണു അതൊരു ശബ്ദ സന്ദേശമാക്കി തന്റെ സുഹൃത്തായ അൻവർ സാദത്തിനും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ വേണുവിന്റെ ഭാര്യ സിന്ധു ഈ കാര്യം അദ്ദേഹത്തിന്റെ മരണശേഷം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ആരും വിശ്വസിച്ചു എന്ന് വരില്ല. അവര് ചിലപ്പോൾ സൈബർ അറ്റാക്കിന് ഇരയാകേണ്ടി വന്നേനെ. അവർ ഹാരിസ് ഹസനൊക്കെ ഇരയായതുപോലെ. പക്ഷെ ഇവിടെ വേണു ഈ അവസ്ഥ ഇനി മറ്റൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ അയാൾ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. എലിക്കെണിയിൽ എലിവില്ലിനകത്ത് അകപ്പെട്ട പോലെയാണ് സ്നേഹിത ഞാൻ ഇവിടെ എന്നാണ് കൂട്ടുകാരനോട് പറഞ്ഞത്. ഒരു നായക്ക് ലഭിക്കുന്ന പരിഗണന പോലും എനിക്ക് ഈ ആശുപത്രി കിട്ടിയിട്ടില്ല. ഈ ജില്ലാ ആശുപത്രിയിൽ നിന്നും നെഞ്ചുവേദന വന്ന ഒരാള് ഏറ്റവും അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ട് 5 ദിവസമായിട്ട് ആൻജിയോഗ്രാം ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും ഒരു മെഡിക്കൽ കോളേജ് കടന്നിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. എന്തുകൊണ്ട് ഈ രോഗിയെ കൊല്ലത്തെ മെഡിക്കൽ കോളേജിൽ അടിയന്തര സ്വഭാവത്തിൽ വരുന്നത്? പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കഴിഞ്ഞാന്നല്ലോ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. എന്തുകൊണ്ട് ഇവിടെ പ്രവേശിപ്പിച്ചിട്ടില്ല? കാരണം കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് അറിയാം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലെന്ന്. അപ്പോ കൊല്ലത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ പരിതാപകരമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ 5 ദിവസം ചികിത്സ കിട്ടാതെ ഒരാൾ മരിക്കുന്നു. അപ്പൊ പരിതാപകരം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജും അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ളത്, അത്രയും പ്രഗത്ഭരായ ഡോക്ടർമാരൊക്കെയാണ് അവിടെയുള്ളത്. അവിടെ ഒരു കാർഡിയോളജി വാർഡില്ല. എന്തൊരു നാണക്കേടാണത്. അതാണ് ഇപ്പം ഒരാള് മെഡിക്കൽ കോളേജിലേക്ക് പിന്നെ ഒരു രോഗി ചെല്ലുമ്പോ രോഗിയുടെ പ്രതീക്ഷ എന്താ? ഇതെന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് റെഫറൽ ഹോസ്പിറ്റൽ അല്ലേ. അവിടെ ചെന്നാൽ തന്റെ ജീവൻ രക്ഷപ്പെടും, അവിടെ എല്ലാം മികച്ച സൗകര്യങ്ങളും ലഭിക്കും. ഇതിപ്പോ ഇയാളെ തറയിൽ കിടത്തിയിരിക്കുകയായിരുന്നു. എന്റെ മണ്ഡലമായ കുണ്ടറയിലെ മറ്റൊരു അനുഭവം, ഒരു കുടുംബത്തിലെ 3 കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവരെ കൊണ്ടുപോയി. അവർക്ക് യാതൊരു ചികിത്സയും കൊടുത്തില്ല. 19 വയസ്സുള്ള മൂത്ത പെൺകുട്ടി അവിടെ വെച്ച് മരണപ്പെട്ടു. 5-6 മണിക്കൂറിനുള്ളിൽ 17 വയസ്സുള്ള രണ്ടാമത്തെ പെൺകുട്ടിയും ചികിത്സ കിട്ടാതെ അവിടെ തന്നെ മരണപ്പെട്ടു. ഞാൻ ഈ വിവരം അറിഞ്ഞ് ഈ ചേരിക്കോണം ഉന്നതിയിൽ അവരുടെ വീട്ടിലെത്തുമ്പോൾ ബന്ധുക്കൾ ഈ കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ അതിന്റെ പിതാവുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം വാവിട്ട് നിലവിളിക്കുകയാണ്. ഇനി എനിക്ക് 13 വയസ്സുള്ള എന്റെ മകൻ മാത്രമേ ഉള്ളൂ, 2 പെൺകുട്ടികൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു. ഞാൻ ആ കുട്ടീനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് മറ്റൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി ആ ചികിത്സ ഞാൻ നേരിട്ട് ഏറ്റെടുത്തത് കാരണം 13 വയസ്സുള്ള ആൺകുട്ടി ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്നൊരു കാര്യമാണ്. ഇത് എത്ര ആളുകൾ ഇതുപോലെ ആരെങ്കിലും സഹായിക്കാനില്ലാതെയോ ശ്രദ്ധ ലഭിക്കാതെ വന്നിട്ടോ ഇങ്ങനെ ഈ ആശുപത്രികൾ മരണപ്പെടുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ഒരു സംവിധാനം ആണ് ഉണ്ടാകേണ്ടത്. അതിനു പകരം ഇത് പറയുന്നവരെ അധിക്ഷേപിക്കുകയും ഈ നമ്പർ 1 എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അത് പോരെ അശ്ലീലമായി മാറുന്നുണ്ട്. അനൗചിത്യത്തിന്റെ അങ്ങേയറ്റം. ഞാൻ നിയമസഭയിൽ മന്ത്രിയോട് നേരെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്.
അധികാരം ഔചിത്യത്തെ ഇല്ലാതാക്കും. അധികാരം ഔചിത്യത്തെ ഇല്ലാതാക്കും എന്നതിന്റെ ഉദാഹരണമാണ് കോട്ടയത്ത് ബിന്ദു എന്ന് പറഞ്ഞ മകൾക്ക് കൂടെ പോയ ഒരു അമ്മ കെട്ടിടം പൊളിഞ്ഞ് താഴെ വീണ് അതിനകത്ത് കിടക്കുകയാണ്. ആരോഗ്യമന്ത്രി അതിന്റെ മുമ്പിൽ ചെന്നെന്ന് പറയാണ്, ഇവിടെ ആരുമില്ല, ഇവിടെ തരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ഉപേക്ഷിച്ച കെട്ടിടമാണ്, ഇവിടെ ആരെയും ചികിത്സിക്കാറില്ല, ഇവിടെ ആരും താമസിക്കാറില്ല. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഫയർഫോഴ്സ് തീരുമാനിക്കുകയും ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അവർ മരണപ്പെട്ടു പോയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അധികാരം, വല്ലാത്ത അധികാരം ഔചിത്യം ഇല്ലാതാക്കും. ഈ മന്ത്രിമാർക്കെല്ലാം പറ്റിയിരിക്കുന്നത് അതാണ്. ഈ നമ്പർ 1 ഭ്രാന്ത് പിടിപ്പെട്ടിട്ട് ഔചിത്യം ഇല്ലാതായി പോയി. അതൊരു വല്ലാത്ത, ജനങ്ങളുടെ മുമ്പിൽ അത് ഇപ്പം ഈ നമ്പർ 1 ആണെന്ന് പറയുന്നത് അശ്ലീലമായി മാറിയിരിക്കുകയാണ്. ഇത് ഈ ഇപ്പം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ അന്വേഷണം നടത്തിയ റിപ്പോർട്ടൊക്കെ കൈമാറുന്നുണ്ട്. പക്ഷേ ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് അത് ഏകപക്ഷീയമാണെന്നുള്ളതാണ്. ഈ വേണുവിന്റെ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല, അവരുടെ ഭാര്യയുടെ വശം കേട്ടിട്ടില്ല, ഈ ഓഡിയോ സന്ദേശം അയച്ച ആ സുഹൃത്തിനോട് പോലും കാര്യങ്ങളൊന്നും തിരക്കിയിട്ടില്ലെന്നേ. അപ്പം ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്ന അതിലെ ആധികാരികതയാണ് സംശയമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇത് എത്രാമത്തെ റിപ്പോർട്ടാണ് ഇത്? താങ്കൾ സേതുലക്ഷ്മി ഇവിടെ കൃത്യമായി പറഞ്ഞതുപോലെ കുറഞ്ഞ പക്ഷം ഈ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് ആരാണെങ്കിലും അദ്ദേഹം വേണുവിന്റെ ഭാര്യ സിന്ധുവിനെയെങ്കിലും കണ്ട് എന്തായിരുന്നു ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായ അനുഭവം എന്ന് ചോദിച്ച് മനസ്സിലാക്കി ഉണ്ടാക്കുന്ന റിപ്പോർട്ടല്ലേ ഒരു ആധികാരിക റിപ്പോർട്ട്? അവരൊന്ന് കേൾക്കുക പോലും ചെയ്യാതെ ഈ സംവിധാനത്തെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന റിപ്പോർട്ട്. ഇപ്പൊ തറയിലല്ല കിടത്തി എന്ന് പറയൂ, തറയിലല്ലേ കിടത്തിയിരുന്നത്, ആൻജിയോഗ്രാം എടുത്തിരുന്നു എന്ന് റിപ്പോർട്ട് ഉണ്ടാക്കൂ. ആൻജിയോഗ്രാം എടുത്തിരുന്നില്ലല്ലോ, ക്രിയാറ്റിൻ കുറവാണെന്ന് പറഞ്ഞു. അല്ല എന്നുള്ള മെഡിക്കൽ രേഖ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഇത് മാത്രമാണോ? ഇപ്പൊ ഇന്നലെ അണുബാധ വന്ന SIT-യിൽ ശിവപ്രിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മരണപ്പെട്ടല്ലോ. ഇന്നലത്തെ സംഭവം. ഇനിയിപ്പോ അതിനെന്താ മന്ത്രി പറയാൻ പോകുന്നത്? ഇന്ന് ഇപ്പൊ നിങ്ങളുടെ ന്യൂസ് മലയാളംകാർ മന്ത്രിയെ പോയി കണ്ടാൽ മന്ത്രി വളരെ ആധികാരികമായിട്ട് പറയും, അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തേടും എന്ന് പറയും, അല്ലേ? എത്രാമത്തെ റിപ്പോർട്ടാ ഈ റിപ്പോർട്ട് തേടി? ഇന്നിപ്പം ഒരു വിദഗ്ധ സംഘത്തെ, അന്വേഷണ സംഘത്തെയൊക്കെ നിയോഗിക്കുമെന്ന് പറയുന്നു ശ്രീ PC വിശ്വനാഥ്. ഈ അന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ അവസ്ഥയിലും ഒരു മാറ്റവും വരുന്നില്ല. ഗൈഡ് വയർ കുടുങ്ങിയ ഒരു പെൺകുട്ടിയുടെ കേസുണ്ടല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില്. ശസ്ത്രക്രിയയിൽ മരണപ്പെട്ട ഒരു കേസ് ഉണ്ടല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജില്. ഈ CPIയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഒരാള്, നിയമസഭാ ജീവനക്കാരനാണ് ഇപ്പോഴും, അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 3 ദിവസമാണ് ലിഫ്റ്റിൽ കിടന്നത്. 2.5 ദിവസം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങി കിടന്നിട്ട് അത് അന്വേഷിക്കാൻ ആരും ചെന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം മതിയല്ലോ. നിങ്ങൾ തിരുവനന്തപുരത്തുണ്ട്, ഇന്ന് അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഞാൻ നേരിട്ട് സംസാരിച്ച CPIയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നയാളാണ്, കേരള നിയമസഭയിലെ ജീവനക്കാരനാണ്. ഇത് ഇങ്ങനെ എണ്ണി പറയാവുന്ന എത്ര വീഴ്ചകളാണ്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? വീഴ്ച ഉണ്ടായെന്ന് സമ്മതിക്കില്ല. സമ്മതിച്ചിരുന്നെങ്കിൽ വീഴ്ച തിരുത്തുമായിരുന്നു. പകരം എന്താണ്, ഇതുപോലെ ആരെ കൊണ്ടെങ്കിലും വെള്ളപൂശുന്ന ഒരു റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് നമ്പർ 1 ആണെന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുകയാണ്. അതിനെ ആളുകൾ നരകിച്ചു മരിക്കുകയാണ്. മനസ്സിലായില്ലേ? അൻവർ അലി നമ്മുടെ കമ്മട്ടി പാഠത്തിൽ എഴുതിയതുപോലെ നരകിച്ച് മരിക്കുകയാണ് ആളുകൾ ഈ നാട്ടില്. അതാണ് ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ശ്രീ PC വിശ്വനാഥ്. ഇതിലൊക്കെ ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ എന്നൊരു പ്രശ്ന പരിഹാരമൊക്കെ ഉണ്ട്, ഇതൊക്കെ എന്ന് നേരാവും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ലാതെ പലർക്കും ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം. മാത്രമല്ല നമ്മൾ ഇപ്പം ആരോഗ്യത്തിൽ, അങ്ങ് പറഞ്ഞ പോലെ ആരോഗ്യത്തിൽ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് നോക്കി ചിരിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ PC വിശ്വനാഥ്, ഈ സമയപരിമിതി കൊണ്ട് മാത്രം ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കൂടെ പോവുകയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കമൊക്കെ ഏതുവരെയായി? ഇന്നിപ്പോൾ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന സമയമാണ്. കുറച്ച് മുൻപ് നമുക്കിപ്പം KPC അധ്യക്ഷൻ ചേർന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് സജ്ജമാണ്, എല്ലായിടത്തും സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് ബഹുദൂരം മുന്നിലാണ്, ഇന്നും നാളെയൊക്കെ കൊണ്ട് എല്ലാ പ്രഖ്യാപനമൊക്കെ തീർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്, ഇപ്പോൾ മെട്രോയുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്, പെൻഷൻ വർധനവുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ആണോ LDFന്റെ? ഈ UDFന്റെ കാര്യത്തിൽ, കോൺഗ്രസിന്റെ കാര്യത്തിൽ പൂർണ്ണ സജ്ജമാണോ? ഞങ്ങള് വളരെ മുന്നേ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോ അതില് കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ പൂർത്തിയായി വരികയാണ്. അതുപോലെ തന്നെ ഈ അവസാന നിമിഷം പെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒന്നും തന്നെ, പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. 4.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 400 രൂപയാണ് കൂട്ടിയത്. വെറും 400 രൂപ 4.5 കൊല്ലത്തിന് ശേഷമാണ്.
2500 കൊടുക്കുമെന്ന് 2021 പറഞ്ഞതാണ്. പക്ഷേ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അവർക്ക് ലഭിക്കട്ടെ. പക്ഷെ അതിലൊന്നും ജനങ്ങളെ സ്വാധീനിക്കാനൊന്നും കഴിയില്ല. ജനങ്ങൾക്ക് അവരെ ബാധിക്കുന്ന തൊട്ടു മുമ്പ് സംസാരിച്ച അടക്കമുള്ള നിരവധിയായ ജീവൽ പ്രശ്നങ്ങളുണ്ട്. അതാണ് അവരെ ബാധിക്കുന്നത്. അതിന്മേൽ അവരുടെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ശ്രീ പി സുഷാന്ത്, ഒരു കാര്യം കൂടി, ഇപ്പം ഈ SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച യോഗത്തിൽ അങ്ങും പങ്കെടുത്തിരുന്നല്ലോ. അപ്പോൾ ഇന്നിപ്പം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും SIR നടപ്പാക്കലുമായിട്ടൊക്കെ തമ്മിൽ ചേർന്ന് അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടോ? SIR-മായി ബന്ധപ്പെട്ട് ഞങ്ങള് തുടക്കത്തിൽ പറഞ്ഞതിനേക്കാൾ ഗുരുതരമാണ് കാര്യങ്ങൾ. ഇപ്പൊ 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവർ, അതാണല്ലോ ഒരു ബേസ് ഡോക്യുമെന്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത്. അന്ന് വോട്ട് ചെയ്ത ആളുകൾക്ക് പോലും ഇപ്പോൾ അവർ തന്ന വോട്ടർ പട്ടികയിൽ അവരുടെ പേരില്ല എന്നുള്ളതാണ് സ്ഥിതി. അപ്പം അത് മാത്രമല്ല, ഇവർ നിയോഗിച്ച പല BLO-മാരും തദ്ദേശ ഇലക്ഷന്റെ BLO-മാരായി പ്രവർത്തിക്കുകയാണ്. 2, 3 ഇവരോടൊപ്പം പ്രവർത്തിക്കേണ്ട BLA-മാര് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉണ്ട്. അവരിൽ പലരും ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളോ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തകരോ ഒക്കെ ആയിട്ട് അവർ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് BLA-മാർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. BLO-മാർക്ക് ഡബിൾ ഡ്യൂട്ടിയാണ്. വോട്ടർ പട്ടികയിൽ വീണ്ടും വ്യാപകമായ സംശയം വരികയാണ്. SIR-ന്റെ കാര്യത്തിൽ കേരളത്തോട് വലിയ പ്രതികാര മനോഭാവത്തോടുള്ള നടപടിയാണ് SIR-നെ പൗരത്വത്തിന്റെ ഭാഗമാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരികയാണ്. ശ്രീ PC, ഇപ്പം ഈ എല്ലാ ആഴ്ചകളിലും യോഗം വിളിക്കും, എല്ലാ ശനിയാഴ്ചകളിലൊക്കെ ഒരു യോഗം ചേരാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ ആഴ്ചകൾ തോറും യോഗം ചേർന്നത് കൊണ്ട് ആശങ്കകൾ ഇല്ലാതാകുമോ? ഈ ആദ്യത്തെ റിവ്യൂവിൽ തന്നെ ഈ പുതിയ ആശങ്കകൾ, ഇതുവരെ ഇല്ലാത്ത പുതിയ ആശങ്ക തുടങ്ങിയ സമയത്ത് ഉണ്ടായത് ഞങ്ങൾ പങ്കുവയ്ക്കാണ് ഉണ്ടായത്. അപ്പോൾ ഈ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നതല്ലാതെ ആദ്യം മുതൽ പറയുന്ന ഒരു ആശങ്കയ്ക്കും തൃപ്തികരമായ ഒരു മറുപടിയോ തീരുമാനമോ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ഓക്കെ, ശരി. ശ്രീ പി സുഷാന്ത്, അപ്പം ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിനും ഇത്രയും നേരം ചെലവഴിച്ചതിനും അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ.